Subassembly composer Part 2 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പായിട്ട് Part 1 വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇതിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഈ ആംഗിൾ ആൻഡ് ഡെൽറ്റ എക്സ്, ആംഗിൾ ആൻഡ് ഡെൽറ്റ വൈ എന്നിങ്ങനെയുള്ള നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ നോക്കിയിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് ഡ്രാഗ് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പോയിന്റ് P6 എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ആംഗിൾ ആൻഡ് ഡെൽറ്റ എക്സ് എന്നുള്ളത് ചൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വരുന്നു, ആംഗിളിൽ നമുക്ക് 45 ഡിഗ്രി കൊടുക്കുന്നു, ഇവിടെ 10 എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ 45 ഡിഗ്രിയിൽ ഈ ഒരു പോയിന്റ് ക്രിയേറ്റ് ആയി. നമ്മൾ കൊടുത്ത ഈ ഡെൽറ്റ എക്സിൽ 10 എന്ന് പറയുന്നത് ഈ 10 ആണ്. അതായത് P1 മുതൽ P2 വരെയുള്ള ലെങ്ത് ആണ് 10 മീറ്റർ. P1 മുതൽ P6 വരെയുള്ള ലെങ്ത് അല്ല. വീണ്ടും നമുക്കൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വീണ്ടും ആംഗിൾ ആൻഡ് ഡെൽറ്റ എക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. പോയിന്റ് ഫ്രം എന്നുള്ളത് നമ്മൾ ഒറിജിൻ കൊടുക്കുന്നു. അതിനുശേഷം ആംഗിൾ, ഇവിടെ ആംഗിൾ എന്നുള്ളത് -45 കൊടുക്കുന്നു, ഇവിടെ 10 കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു ആംഗിളിലേക്ക് ഇതിവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ ആംഗിൾ ആൻഡ് ഡെൽറ്റ എക്സ് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് ആംഗിൾ ആൻഡ് ഡെൽറ്റ വൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ ആംഗിൾ ആൻഡ് ഡെൽറ്റ വൈ കൊടുക്കുന്നു. നമ്മൾ പോയിന്റ് ഫ്രം എന്നുള്ളത് ഇവിടെ ഒറിജിൻ തന്നെ കൊടുക്കുന്നു. ഈ ആംഗിളിൽ -45, ഇവിടെ -10 കൊടുക്കുന്നു. കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നമുക്കൊരു പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ P1 P6 എന്നുള്ളതിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ P6 P1. നമ്മൾ ഈ P6 എന്നുള്ള ഈ പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ റിവേഴ്സ് ആംഗിൾ റെഫറൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സ്വാപ്പ് ആവുന്നതാണ്. ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ രീതിയിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ 45 ഡിഗ്രിയാണ് കൊടുത്തെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള ആ ഒരു ഡയറക്ഷനിലേക്ക് ഇതിങ്ങനെ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ P1 P7 P1 P8 ഇങ്ങനെയുള്ള എല്ലാ പോയിന്റ്സിലും നമുക്കിതിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇവിടെ റിവേഴ്സ് ആംഗിൾ റെഫറൻസ് എന്നുള്ളത് കൊടുത്താൽ മതി. വീണ്ടും നമുക്കിവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ആംഗിൾ ആൻഡ് ഡെൽറ്റ വൈയിലേക്ക് വന്നു. ഇവിടെ ആംഗിൾ 45 ഡിഗ്രി കൊടുക്കുന്നു, ഇവിടെ -10 കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ P9 എന്നുള്ള ആ ഒരു പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ 45 ഡിഗ്രി എന്ന ആംഗിൾ കൊടുത്തത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നമ്മളതെല്ലാം സെയിം തന്നെയാണ് കൊടുത്തത്. ആംഗിൾ 45ഉം ഈ ലെങ്ത് എന്നുള്ളത് 10 തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഈ ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ വീണ്ടും ഇവിടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഈ ഒറിജിൻ എന്നുള്ളത് പോയിന്റ് ഫ്രം പോയിന്റ് ഒറിജിൻ. അതിനുശേഷം നമ്മൾ ആംഗിൾ, ഇപ്പോൾ നമ്മൾ ഇവിടെയും സെയിം 45 ഡിഗ്രി ആംഗിൾ തന്നെ കൊടുക്കുന്നു. ഈ ഡിസ്റ്റൻസ് ഇത് നമുക്കിവിടെ 10 കൊടുക്കാം. നമുക്കൊരു ലിങ്ക് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ലിങ്ക് P1 ആൻഡ് P6. നേരത്തെ നമ്മൾ ഇവിടെ ഈ ആംഗിൾ ആൻഡ് ഡെൽറ്റ വൈ ഓർ ഡെൽറ്റ എക്സ് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളിവിടെ ഡിസ്റ്റൻസ് അല്ല കൊടുത്തത്, എക്സോ അല്ലെങ്കിൽ വൈ എന്ന ഡയറക്ഷനിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് ഈ P1 മുതൽ P6 വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ആംഗിൾ എന്നുള്ളത് 45 ആണ്, ഡിസ്റ്റൻസ് എന്നുള്ളത് 10 ആണ്. അതായത് നമ്മൾ P1 മുതൽ P6 വരെയുള്ള ഒരു ലെങ്ത് ആണ് 10. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇനി അടുത്തായിട്ട് ഇൻ്റർപൊളേറ്റ് പോയിന്റ്. അപ്പോൾ നമ്മളൊരു പോയിന്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇൻ്റർപൊളേറ്റ് പോയിന്റിലേക്ക് വന്നു. അതിനുശേഷം നമ്മളിവിടെ ഈ റെഫറൻസ് പോയിന്റ് കൊടുക്കാൻ പോകുന്നത് പോയിന്റ് ഫ്രം എന്നുള്ളത് P2 സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് P5 സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ P5നും P2നും ഇടയിലായിട്ട് P7 ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ P2 മുതൽ P7 വരെയുള്ളതും P5 മുതൽ P7 വരെയുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇതിന് അതായത് സെൻട്രലായിട്ടുള്ള ഈ ഒരു ലൈനിന് സെൻട്രലായിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഇങ്ങനെ ഇത് കിട്ടുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കൊരു മറ്റൊരു ജോമെട്രി ടൈപ്പ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. വീണ്ടും ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് സ്ലോപ്പ് ആൻഡ് ഡെൽറ്റ എക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ലോപ്പ് ക്രിയേറ്റ് ആയി. കാരണം ഇവിടെ ഒരു ഡിഫോൾട്ടായിട്ട് ഒരു സ്ലോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രിയേറ്റ് ആയത്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു -4% സ്ലോപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടുള്ളത്. -0.04 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും P2 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് 4% സ്ലോപ്പിലേക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ വൈയിൽ -1 എന്ന് കൊടുക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആയി. വീണ്ടും ഒരു പോയിന്റ് എടുക്കുന്നു. ഇവിടെ ഡെൽറ്റ വൈയിൽ വീണ്ടും -1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫ്രം പോയിന്റ് എന്നുള്ളത് നമുക്ക് P1 കൊടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, P4 ആൻഡ് P3. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പിൽ ഈ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ഷേപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഇതെങ്ങനെ ഒരു ഷേപ്പാക്കി മാറ്റാൻ നോക്കാം. നമ്മൾ ഷേപ്പ് എന്നുള്ള ടൂൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ഷേപ്പിന് വേണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ പോയിന്റിൽ പോലെ എന്തെങ്കിലും കോഡ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിനുശേഷം ഈ കോമ്പണൻറ്റിൽ ലിങ്ക്സിൽ വന്നതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും L1, L3, L4, L2 എന്നീ ലിങ്ക്സ് വെച്ചുകൊണ്ട് അതൊരു ഷേപ്പ് ക്രിയേറ്റ് ആയി. അപ്പോൾ ആ ഷേപ്പിൻ്റെ പേരാണ് S1. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാക്കറ്റ് സെറ്റിങ്ങിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.